തീർച്ചയായും ഞാനിപ്പോ സിനിമയിലെ സ്റ്റുഡന്റ് എന്ന നിലയിൽ ഞാൻ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് 2005 മുതൽ എല്ലാ മേഖലയും പ്രവർത്തിക്കുന്ന സംഘടനാ രംഗത്ത്. അതുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇന്നത്തെ സിനിമയുടെ ഈ അവസ്ഥയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൈഡ് റിലീസിംഗ് ആണ്. ഒന്നാമത്തെ പ്രശ്നം, തിയേറ്ററുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. രണ്ടാമത്തെ കാരണം എന്താണ്? സിനിമകളുടെ എണ്ണം കൂടി. മൂന്നാമത്തെ കാരണം എന്താണ്? OTT. എന്താണ് OTT? ഫാമിലി അതിശയിപ്പിക്കുന്ന പടമല്ലാതെ, ശ്രദ്ധിക്കണം ഈ വാചകം, അതിശയിപ്പിക്കുന്ന പടമല്ലാതെ സാധാരണ പടങ്ങൾ കാണുവാൻ ഫാമിലി വീട്ടിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥ. പിന്നെ സിനിമാ പ്രേക്ഷകരുടെ ആരാണ് പ്രേക്ഷകർ? കേരളത്തിലെ ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരുടെ വ്യൂ എന്താണ്? അവർ സിനിമയെ കാണുന്ന ലോകോത്തര സിനിമയുമായി മലയാളം എന്ന കൊച്ചു സിനിമയെ അവർ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അതിന് കാരണം എന്താണ്? അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ. ഇതിനെല്ലാം കാരണം ഈ കൊറോണയാണ്. ഈ OTT എന്ന് പറയുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം സംഭാവന ചെയ്ത് ആരാണ്? കൊറോണയാണ്. കൊറോണയുടെ ഒരു എന്താ പറയാ, ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന OTT എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ ചിന്താഗതിയും വീക്ഷണഗതിയും ഒക്കെ മാറിയിരിക്കുകയാണ്. 3, മലയാള സിനിമയുടെ കൊച്ചു സിനിമയുടെ ഒരു പ്രശ്നം ബഡ്ജറ്റ് കൂടുന്നു. നമുക്കൊരു ധാരണയുണ്ട്, കണ്ടന്റ് നന്നായിരുന്നാൽ, വളരെ മൗഢ്യമായിട്ടാണ് എല്ലാവരും സംബന്ധിച്ചത്, കണ്ടന്റ് നന്നായിരിക്കുന്നത് പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ വ്യക്തിത്വം നമ്മൾ തീരുമാനിക്കുന്നത്. അയാളുടെ പേഴ്സണാലിറ്റി പണത്തിലാണോ? ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അത് സിനിമയിൽ സാധാരണ നമ്മുടെ ഡയറക്ടർമാരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു സിനിമ 175 ദിവസം ഷൂട്ട് ചെയ്തില്ലെങ്കിൽ താൻ എന്തോ ഒരു ചെറിയ ഡയറക്ടറായി മാറും. ഇവിടെ 15 ദിവസക്കും 7 ദിവസക്കും ഷൂട്ട് ചെയ്ത വലിയ വലിയ ഹിറ്റ് ഉണ്ടായിട്ടില്ലേ? താഴ്വാരം BBK മാനേജറിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് 23 ദിവസം ഷൂട്ട് ചെയ്ത പടം താഴ്വാരം. എന്തല്ല ഫിലിമാണത്? തൂവാന തുമ്പികൾ വെറും 32 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമകളാണ്. ആകാശ് 18 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ നല്ല സിനിമകൾക്ക് ഇത്ര ദിവസം ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്തോ ഒരു ലോകത്തിലേക്ക് ഇവർ പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമ്പോൾ ഒരു സിനിമയ്ക്ക് ശരാശരി എത്ര സീനുണ്ട്? 75 സീനാണ് ഒരു ശരാശരി സിനിമയുടെ സീൻ എന്ന് പറയുന്നത്, ടോട്ടൽ സീൻ. അത് ഒരു ദിവസം ഒരു സീൻ എടുത്താൽ 70 ദിവസം പോലും വേണ്ട. അപ്പം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ക്വാളിറ്റി കൂട്ടാനാണ് പറയുന്നത്. പക്ഷെ അതിലൊന്നും അല്ല കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ മലയാളത്തിലെ താരങ്ങൾ, മുൻനിര താരങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് അഡ്ജസ്റ്റബിൾ ആണ്. മുട്ടയിടുന്ന കോഴി അവർ കൊല്ലരുത്, അല്ലെങ്കിൽ പൊന്മുട്ട ഇടുന്ന അറവനൊരു കൊല്ലാൻ പാടില്ല. ഇപ്പൊ സോണി പറഞ്ഞു തിയേറ്ററുകൾ അടഞ്ഞെടുക്കുക 90%. സർക്കാർ എവിടെ? പ്രൊഡ്യൂസർമാർ നട്ടം തിരിയാണ്. സർക്കാർ എവിടെ? ബാലം മുതൽ വിഗതകുമാരൻ വരെ, ഇന്നലെ ഇറങ്ങിയ സിനിമ വരെ കോടാനുകോടി രൂപ എണ്ണാൻ അനന്തമായ സംഖ്യ ഈ സർക്കാരിന് എന്ത് കൊടുത്ത, നികുതി കൊടുത്ത ഒരു ഇൻഡസ്ട്രി ശ്വാസം മുട്ടുമ്പോ എവിടെയാണ് ഒരു ആശ്വാസം? കഴിഞ്ഞ ദിവസം ഞങ്ങൾ മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. 1.5 മാസത്തിനുള്ളിൽ അദ്ദേഹം സാധിച്ചില്ല. അദ്ദേഹത്തിലുള്ള ചർച്ച ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ ഹാപ്പി ആകുന്നപ്പോഴാണ്, ഞങ്ങളത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോഴാണ്. ഇവിടെ ഒരു ശ്വാസം ഇല്ല, ഓക്സിജൻ പോലും തരാതെ ശ്വാസം മുട്ടി ഒരു ഇൻഡസ്ട്രി. ഇതിനെ ഇൻഡസ്ട്രി ആക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇൻഡസ്ട്രി ഞങ്ങൾ പറയുന്നത് 15 പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട്. പിന്നെ എനിക്ക് പ്രേക്ഷകരോട് ജോബി പറഞ്ഞോടെ തന്നെ പറയാനുള്ളത്. ജോബി പറഞ്ഞത് എന്താണ്? ഞാൻ ജോബിയുടെ അധ്യാപകനാണെന്ന് പറഞ്ഞു പബ്ലിക് കോളേജിൽ. ആ ജോബി എന്ന് പറയുന്ന എന്റെ സ്റ്റുഡന്റ് എനിക്ക് നൽകിയ മാതൃകയെ ഞാൻ പറയാൻ പോകുക. എന്താ പറയുന്നത്? ഇവിടുത്തെ പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകരോട് ഞങ്ങൾക്കൊരു വിനീതമായ അപേക്ഷ, നിങ്ങൾ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരണം. നമ്മുടെ ഈ സംസ്കാരത്തിന്റെയും നമ്മുടെ ഈ കലയാണ്, നമ്മുടെ മലയാളികളുടെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ ഓരോ കുടുംബത്തിലുള്ളവർക്കും ബാധ്യതയുണ്ട്. 7% മാത്രം മലയാളി സിനിമ കാണുന്നുള്ളൂ. ബാക്കി വീട്ടിൽ നിന്നോട് 93% ഈ വൈഡ് റിലീസിനെ കുറിച്ച് സഹിച്ചാൻ പറയുമ്പോ ഏതാണ്ട് 40-50 തിയേറ്ററുകൾ ഇവിടെ കൂട്ടിക്കിടക്കുന്ന രീതിയിലേക്ക്, അതായത് ജപ്തിക്ക് വേണ്ടി നോട്ടീസ് കിടക്കുന്ന സമയത്ത് ഇവിടെ 17-18 പുതിയ തിയേറ്ററുകൾ വരാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു കണക്കെന്ന് പറയുന്നത് ഈ 25 കോടി 50 കോടി 75 കോടി എന്നും പറഞ്ഞ് ഈ ആവശ്യമില്ലാത്ത ഈ തള്ളി ഏതാണ്ട് വലിയ കളക്ഷനാണ് സിനിമാ തിയേറ്ററിൽ നിന്ന് വരുന്നതെന്ന് പറയുന്ന അനുസരിച്ച് ഇത് ഭയങ്കര ലാഭകരമായ ഒരു ബിസിനസ് ആണെന്ന് കണ്ട് ആളുകൾ ഇത് അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ട് ഇത് നഷ്ടത്തിൽ പോകുന്ന ഒരു സംഭവം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആരും ഈ മേഖലയിലേക്ക് ഇറങ്ങി ചാടൂല. പക്ഷെ എന്തായാലും ആളുകൾ വേണമല്ലോ, പ്രൊഡ്യൂസേഴ്സ് വേണം, പ്രൊഡ്യൂസർമാർ വേണം, ഫ്രീ വിനുഗ്രത പ്രൊഡ്യൂസർമാർ വേണം.